വ്യാഴാഴ്ച നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് റാഗി കൊഴുക്കട്ട. ഇത് രാവിലെ കുട്ടികളെ വിടുന്ന തിരക്കിനിടയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് 250 ml ഒരു കപ്പിൽ 1 കപ്പ് റാഗിപ്പൊടി, 1/4 കപ്പ് ഗോതമ്പ് പൊടി, ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച്, 1 ടീസ്പൂൺ നെയ്യ്, 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ശർക്കര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. തിളച്ച വെള്ളം അത് കുറേശ്ശെ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇനി കൈ കൊണ്ട് കുഴയ്ക്കാം. കുഴച്ചത് ഈ പരുവായിട്ടുണ്ട്. ശർക്കരയും കൂടെ ചേർത്താണ് നമ്മൾ കുഴയ്ക്കുന്നത്, അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം. ഞാനൊരു 1/4 കപ്പ് വെള്ളം അത് തികച്ച് ചേർത്തിട്ടില്ല. പിന്നെ പൊടി പലതരം പൊടികളാണ്, അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വരും. അതുകൊണ്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കി ഒഴിക്കണം. ഇനി ഇതിലേക്ക് നുറുക്കിയ അണ്ടിപ്പരിപ്പ്, ഒരു ടേബിൾ സ്പൂൺ, രാവിലത്തെ തിരക്കിൽ പെട്ടെന്ന് ചെയ്യാൻ റെസിപ്പി ഞാൻ എടുത്തത്. ഇനി നമുക്കിത് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം. കയ്യിലൽപ്പം വെള്ളം തടവിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ടിഫിൻ ബോക്സിൽ വെക്കാനുള്ളതായതുകൊണ്ട് ചെറുതായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഈ സ്റ്റീമറിൽ വെച്ച് നമുക്ക് കൊഴുക്കട്ട വേവിച്ചെടുക്കാം. അതിനു മുമ്പ് അല്പം ഓയിൽ സൈഡിലും താഴെയൊക്കെ തൂക്കണം. വെളിച്ചെണ്ണയാണ് ഞാൻ ബ്രഷ് കൊണ്ട് തടവിയത്. അത് അതിൻ്റെ അടിയിലും സൈഡിലും ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം തിളച്ച് തുടങ്ങി. സ്റ്റീമർ തന്നെ വേണമെന്നില്ല, ഇഡ്ഡലി പാത്രമോ കുക്കറോ ആയാൽ മതി. ഇതിലേക്ക് ഇത് കറക്കി വയ്ക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. നമ്മുടെ കൊഴക്കട്ട റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. നമ്മുടെ കൊഴക്കട്ടയൊക്കെ റെഡിയായി. ഇത് വേണ്ട, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. നന്നായിട്ട് തണുത്തത് കൊണ്ടാണ്, കാരണം പ്ലാസ്റ്റിക്കാണ് ടിഫിൻ ബോക്സ്. തണുത്തതിന് ശേഷം മാത്രമേ മാറ്റാവൂ. ഇന്നത്തെ ഈ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുഞ്ഞു കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.